السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه وسلم تسليما كثيرا. أما بعد അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തെളിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണം. അല്ലാഹുവിനെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനിൽ വിട പറയാനിരിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ വിട പറയുന്നത് നമുക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം സ്വർഗ്ഗത്തിലേക്ക് അടുക്കാനുള്ള നിമിഷങ്ങളാണ് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ ആ അതിഥിയെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും മാന്യമായി സൽക്കരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. അവർക്ക് വേണ്ട വിഭവങ്ങൾ നമ്മൾ ഒരുക്കി വെക്കുന്നു. വളരെ നല്ല രൂപത്തിൽ അവരെ യാത്രയാക്കുകയും ചെയ്യും. വീട്ടിൽ നിന്നും പോകുന്നതിന് ശേഷം അവരെ എത്രത്തോളം സൽക്കരിക്കുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. വീട്ടിൽ ഒരുമിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന അതിഥി സമാഗതമായപ്പോൾ ഇതുപോലെ നമുക്ക് സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. റമദാനിൽ വിഭവങ്ങൾ ഒരുക്കാൻ എത്രത്തോളം നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആ വിഭവങ്ങൾ ഈ ഭൗതിക ലോകത്തുള്ള വിഭവങ്ങളോ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളോ അല്ല, മറിച്ച് പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പാരത്രിക ലോകത്തുള്ള വിജയത്തിന് നിദാനമാകുന്ന പ്രവർത്തനങ്ങളാകുന്ന വിഭവങ്ങളാണ്. റമദാൻ വിട പറയുന്ന ഈ വേളയിൽ ആ നിലക്ക് വിഭവങ്ങളെ ഒരുക്കാൻ എത്രത്തോളം എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്രകാരം തന്നെ ഈ റമദാനിനെ നല്ല നിലയിൽ യാത്രയേക്കാനും എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ വിട പറയുന്ന ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട ഒരു നിമിഷം കൂടിയാണിത്. പരിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാനിൽ ഖുർആനിന്റെ അനുയായികളായ എനിക്കും നിങ്ങൾക്കും എത്രത്തോളം ഖുർആനിനോട് ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട സമയമാണ്. അതോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ് നമുക്കറിയാം. അതിലൊന്ന് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. എന്താണ് സഹോദരങ്ങളെ പ്രാർത്ഥന? പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ തന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെയാണ് അവനിൽ നിന്ന് റമദാൻ നീക്കം ചെയ്യപ്പെടുന്നത് എങ്കിൽ അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങളെ തടയട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനക്കാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത് എങ്കിൽ ആ നഷ്ടക്കാരിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ട സമയമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാം, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയിൽ മത്സരിച്ചിരുന്നു എന്നാൽ ഉള്ളതിൽ നിന്ന് നൽകാൻ പ്രവാചകൻ മനസ്സു കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എത്രത്തോളം സ്വതക്കയിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരിൽ നിന്നാണ് എനിക്ക് ലഭിക്കുക, എവിടെ നിന്നെല്ലാമാണ് എനിക്ക് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി ഉള്ളതിൽ നിന്ന് എനിക്കെന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ടവരായ പട്ടിണി അനുഭവിക്കുന്ന ആളുകളുടെ വേദന, പട്ടിണി അനുഭവിച്ചതിലൂടെ നമ്മുടെ നോമ്പിലൂടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. എന്തിനാണ് നോമ്പ് എന്ന് പരിശോധിക്കുമ്പോൾ ഖുർആനിൽ കാണാം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി എന്നാണ്. ആ സൂക്ഷ്മത കരസ്ഥമാക്കാൻ ഈ കഴിഞ്ഞ നോമ്പിലൂടെ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മോട് ചോദിക്കേണ്ട ഗൗരവമുള്ള ചോദ്യമാണ്. അല്ലാഹുവുമായുള്ള കരാർ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അല്ലാഹുവുമായി നമ്മൾ ഓരോരുത്തരും നടത്തിയ കരാർ? അഖിലൽ റമദാൻ എന്ന പ്രോഗ്രാമിലിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തവരാണ്, അല്ലാഹുവിന്റെ മുന്നിൽ കരാർ വെച്ചവരാണ്. അല്ലാഹുവേ, ഈ റമദാൻ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഈ റമദാനിൽ പരിപൂർണമായി അവസരങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് അല്ലാഹുവിനോട് നമ്മൾ കരാർ വെച്ചിരുന്നുവെങ്കിൽ ഈ റമദാൻ വിട പറയുന്ന ഈ സന്ദർഭത്തിൽ ആ കരാർ എത്രത്തോളം പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന് പല കാരണങ്ങളാൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയാണ്. ഒരിക്കലും മനഃപൂർവ്വം വിട്ടുനിന്നതല്ല, പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിനെ അതുവല്ലാതെ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം വെക്കുന്നൊരു കരാറുള്ള, അല്ലാഹുവേ, എനിക്ക് നീ ഇനി ഒരു അവസരം നൽകിയാൽ ദീനിന് വേണ്ടി ഞാൻ പൊരുതും, ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ വെക്കുന്നു. ഉഹദിന്റെ രണഭൂമിയിലേക്ക് പ്രവാചകനും അനുചരന്മാരും കടന്നു പോകുന്ന നിമിഷമുണ്ട്. ഞാൻ വിശദീകരിക്കുകയല്ല, നമുക്കറിയാം ആ ചരിത്രം. ആദ്യം മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം. പിന്നീട് യുദ്ധം അവസാനിച്ചുവെന്ന് കരുതി മലമുകളിൽ നിർത്തിയിരുന്ന ഏതാനും ആളുകൾ, അവരിൽ കുറഞ്ഞ ആളുകൾ മാത്രം അവിടെ നിൽക്കുകയും ഗനീമത്ത് സ്വത്തുകൾ ശേഖരിക്കുന്നത് കാണുമ്പോൾ അധികം ആളുകൾ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇരച്ച് കയറുകയാണ്. മുസ്ലിം സംഘം എന്ത് ചെയ്യണമെന്നറിയാതെ 4 ഭാഗത്തേക്ക് ഓടുന്നൊരു രംഗമുണ്ട്. അവിടെ അനസ് ബിൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വകവരുത്തുന്നതിന് വേണ്ടി സഹോദരങ്ങളെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കൾ എങ്ങോട്ടാണ്? ശക്തമായ ഈ യുദ്ധത്തിന്റെ വേളയിൽ അടിപതറിയ ഈ നിമിഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീഴുന്നു. പ്രവാചകന്റെ പല്ല് പൊട്ടിപ്പോകുന്നു, രക്തം ധാരധാരയായി ഒഴുകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞുവെന്ന കിംവദന്തി പോലും പരക്കുന്നു. ഇനി ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യും എന്ന് പോലും സഹാബത്ത് ചോദിച്ച നിമിഷം ഒരുപാട് സഹാബത്ത് ഷഹീദായ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു യുദ്ധം. ആ യുദ്ധത്തിന്റെ വേളയിലാണ് അനസ് ബിൻ റളിയല്ലാഹു അൻഹു ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയി ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരിക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, താങ്കൾ എങ്ങോട്ടാണ്? അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയുണ്ട്, സ്വർഗത്തിന്റെ പരിമളമിതാ ഉഹുദ് മലയുടെ പിറകിൽ നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിക്കാൻ കഴിയുന്നു എന്ന് മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബികളെ ഓരോരുത്തരെയായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ശത്രുക്കളെ വകവരുത്തിക്കൊണ്ട് ധൈര്യത്തോടുകൂടി പോരാടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ 80ഓളം വെട്ടുകൾ നേരിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ
അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. നോക്കൂ നിങ്ങൾ, എനിക്കൊരവസരം നൽകിയാൽ ദീനിനു വേണ്ടി ഞാൻ പൊരുതും, ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഉഹുദിന്റെ രണഭൂമിയിൽ ഒരവസരം ലഭിച്ചപ്പോ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവുമായുള്ള കരാറ് കൃത്യമായി പാലിച്ചുവോ, പരിശുദ്ധ റമദാൻ പരിപൂർണമായും ഉപയോഗപ്പെടുത്തിയോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇനി നമുക്ക് മുമ്പിലുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളെ നമ്മൾ കൃത്യമായി പുനർവിചിന്തനം നടത്തി പോരായ്മകൾ നികത്താൻ ഓരോരുത്തരും ഈ വേളകളിൽ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ റമദാനിൽ അല്പമൊക്കെ ചെയ്തവരാണ്. നമസ്കാരത്തിൽ പങ്കാളികളായി, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമ്മൾ മുന്നിലായിരുന്നു, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് റമദാനിൽ മാത്രം ഒരിക്കലും ഒതുക്കിക്കൂടാ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ, നിങ്ങൾ റബ്ബിന്റെ ആളുകളാകണേ, വലാ തകുൻ റമദാനിയ, നിങ്ങൾ റമദാനിന്റെ മാത്രം ആളുകളായി കൂടാ. പരിശുദ്ധ റമദാനിൽ മാത്രമായ ഒരു ഖുർആൻ പാരായണം, റമദാനിൽ മാത്രം നല്ല രൂപത്തിൽ നാവിനെ സൂക്ഷിച്ച് ജീവിച്ചു, റമദാനിൽ മാത്രം സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നേറി, റമദാൻ കഴിഞ്ഞാലോ തിന്മകളിലേക്ക് കടന്നു പോകുന്ന, തിന്മകളിൽ വ്യാപൃതരാകുന്ന സാഹചര്യം ഒരിക്കലും നമ്മിലുണ്ടാകരുത്. അള്ളാഹു ഉള്ളത് സഹോദരങ്ങളെ റമദാനിൽ മാത്രമല്ലല്ലോ, എപ്പോഴും അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടാകണം. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ റമദാനിലും റമദാനിന് ശേഷവും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. മോശമായ ജനവിഭാഗത്തെ പരിചയപ്പെടുത്തിയെടുത്ത് കാണാം. ബിഅ്സൽ ഖൗമി ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമദാൻ. മോശമായ വിഭാഗം ആളുകളാരാ? അവർ അല്ലാഹുവിനെ റമദാനിലല്ലാതെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. റമദാനിൽ അല്ലാഹുവിലേക്ക് അടുത്തു, റമദാൻ കഴിഞ്ഞാലോ എല്ലാ തിന്മകളിലേക്കും അവർ കടന്നുപോയി. അതൊരിക്കലും നമ്മിലുണ്ടായിക്കൂടാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരിക്കാം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ആരാണ് പ്രവാചകൻ വിട പറഞ്ഞത് എന്ന് പറയുന്നത്? അവന്റെ ശിരസ് ഞാൻ ഛേദിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു എന്ന സത്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദ് ഖദ് മാത്, മുഹമ്മദ് ഇദാ വിട പറഞ്ഞിരിക്കുകയാണ്. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹുവിന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വിട പറയുന്ന ഇത്തരം വേളകളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആളുകളെ ഒരുമിച്ച് കൂട്ടി ഉപദേശിക്കുമായിരുന്നു എന്നാൽ എന്താണ് ഉപദേശം? ആരെങ്കിലും റമദാനിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ റമദാനിത നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും ഏകനായ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, ആ റബ്ബിന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപദേശിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ തുച്ഛമാണ്, വളരെ കുറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം അള്ളാഹു അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്ക് എന്തുറപ്പുണ്ട് എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്? നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ അള്ളാഹു സ്വീകരിച്ചു എന്ന ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ചെയ്ത പ്രവർത്തനങ്ങൾ ഒരണു അളവ് അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മരണത്തെ ഞങ്ങൾക്ക് ആഗ്രഹിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇനിയുള്ള നാളുകളിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് കഴിയണം. നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ മോശമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ
റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്ന ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വലാ തകൂനു കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത. ശക്തമായ നൂല് നൂറ്റിയ ശേഷം ആ നൂലിങ്ങനെ പല ഇഴകളാക്കി പിരിയുടച്ചു കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങളെ റമദാനിന് ശേഷം വിഫലമാക്കുന്ന ഒരു പ്രവണത പിന്നീട് നമ്മിൽ ഉണ്ടായിക്കൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഇനിയുള്ള നാടുകളിലും ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. തിന്മ ചെയ്യുമ്പോൾ ഒരു ഭയമുണ്ടാകണം. അങ്ങനെയാണ് മുഅ്മിനിന്. തിന്മ ചെയ്യുമ്പോ വലിയ പർവ്വതം അവന്റെ മേൽ വന്ന് ഭവിക്കുമോ എന്ന ഭയം അവന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. എന്നാൽ ഫാസിഖോ തമ്മാടിയോ തിന്മ ചെയ്യുമ്പോ യാതൊരു പേടിയുമില്ലാതെ മൂക്കിന്റെ അറ്റത്ത് ഒരീച്ച വന്നിരിക്കുന്ന ലാഘവത്തോടുകൂടി അതിനെയൊക്കെ തട്ടിക്കളയും എന്നാണ്. അതുകൊണ്ട് മുഅ്മിനിന്റെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതോടൊപ്പം സഹോദരിമാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്തരം വേളകളിൽ ശക്തമായി കരഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹത്തെ കരയിപ്പിച്ചത്? എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു കണ്ടുകൊണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ അതാണ് ഭയപ്പെടുത്തിയിരുന്നത് എന്നാൽ നമുക്കറിയാം. സഹാബത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കും എന്നതിനേക്കാൾ ഭയപ്പെട്ടിരുന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുമോ എന്നോർത്തുകൊണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഹിമ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ സ്വഹാബത്തെ ഇന്ന് നോമ്പനുഷ്ഠിച്ചിരിക്കുന്നത്? റമദാനിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് സുന്നത്ത് നോമ്പിനെ കുറിച്ച്. സദസ്സിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഖാല അബൂബക്കർ അനാ റസൂലേ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, ഞാൻ ഇന്ന് നോമ്പനുഷ്ഠിച്ചവനാണ്. വീണ്ടും പ്രവാചകൻ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ സാധുവായ മനുഷ്യന് ഭക്ഷണം നൽകിയത്? അതേ മനുഷ്യൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ഖാല അബൂബക്കർ അനാ റസൂലേ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ സാധുവിന് ഭക്ഷണം നൽകിയവനുമാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് രോഗിയെ സന്ദർശിച്ച് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ചോദ്യത്തിനും സദസ്സിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. റസൂലേ, ഞാനുണ്ട് റസൂലേ എന്ന് അദ്ദേഹം പറയുകയാണ്. നാലാമതായ അവസാനമായി, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചത് എന്ന് ചോദിക്കുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാനുണ്ട് റസൂലേ എന്ന് പറയുമാറ് 4 അല്ല 40ഓളം നന്മയുടെ വിഷയത്തിലും മുന്നിൽ നിൽക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞത് എങ്കിൽ മുഅ്മിനിന്റെ ഗുണം പറഞ്ഞിടത്ത് നമുക്ക് കാണാം. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. റബ്ബിനെ ഭയപ്പെടുന്നവരായ ആളുകളുണ്ടല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ മനസ്സ് നടുങ്ങുന്നവരായ ആളുകളുണ്ടല്ലോ, എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുമോ എന്ന ഭയം, ആ ഭയം മനസ്സുള്ളവാകുന്നവർ അവരാണ് വിജയിച്ചവർ, അവരാണ് മുഅ്മിൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ മുഅ്മിനിന്റെ ഗണത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ടത്. അമിതമായ ആത്മവിശ്വാസം തീർച്ചയായും പിശാചിൽ നിന്നുള്ളതാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്, എനിക്ക് തന്നെയാണ് സ്വർഗം എന്ന തരത്തിലുള്ള ചിന്ത പിശാച് നമ്മെ നന്മയിൽ നിന്നും പിറകോട്ട് വലിക്കാൻ മനസ്സിലിട്ട് തരുന്ന ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ട് തഖ്വയുള്ളവരാകുക. റമദാൻ വിട പറയുന്ന ഈ വേളയിൽ നമ്മളൊക്കെ നമ്മുടെ കനമൊന്ന് നോക്കുമ്പോൾ കനം കുറഞ്ഞതായി, നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെ കൂടിയത് തഖ്വയുടെ കനമായിരുന്നു. ഇനി കുറച്ച് നാളുകൾ പിന്നിടുമ്പോൾ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ നമ്മുടെ ഭാരമൊക്കെ അല്പം കൂടിയതായി നമുക്ക് അനുഭവപ്പെടും. അവിടെയും തഖ്വയുടെ കനം കുറയാതെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതുണ്ട്. തഖ്വ അളക്കേണ്ടത് സ്വഹാബികൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ അവരുടെ ജീവിതത്തിലൂടെയാണ്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ കരയാൻ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഖബ്ബാബ് എന്തിനാണ് കരയുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങയുടെ ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട്, വാളിന്റെയും അമ്പിന്റെയും അടയാളങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമാർ അടയാളങ്ങൾ അങ്ങയുടെ ശരീരത്തിലുണ്ട്, എന്തിനാണെന്ന് ഭയപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയുണ്ട്, ചെയ്തിട്ടുണ്ട് ശരിയാണ്, ദീനിനു വേണ്ടി കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് ഞാൻ ഒന്നുമില്ലാത്ത സാധുവായ മനുഷ്യനായിരുന്നു. അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി. അള്ളാഹുവിന് നൽകിയത് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണോ? ഈ ഖബ്ബാബിനൊന്നും വേണ്ട. അള്ളാഹുവേ, പരലോകത്ത് നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അത് മാത്രം മതി. ഈ ഖബ്ബാബ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ചാരിത്തൊടുക്കുകയായിരുന്നു. സഹോദരങ്ങളെ, അവരാഗ്രഹിച്ചൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് അവർ കഠിനാധ്വാനം ചെയ്തത്. നമ്മളും ആ സ്വർഗം ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ഉന്നത സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് സ്വയം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്ന വേളയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മരണാനന്തരം എനിക്ക് മുമ്പിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അസ്സഫറു ത്വബീൽ, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പക്ഷേ വസ്സാദു ഖലീൽ, അതിനുള്ള വിഭവങ്ങൾ, ഇന്ധനം എന്റെ കയ്യിൽ കുറവാണല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ആരായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? രാത്രിയെ 3 ഭാഗമാക്കി മാറ്റുമായിരുന്നു എന്നാണ്. ഒരു ഭാഗം അദ്ദേഹം കിടന്നുറങ്ങും, രണ്ടാമത്തെ ഭാഗം ഖുർആൻ പഠനത്തിനും ഹദീസിനുമായി മാറ്റിവെക്കും, മൂന്നാമത്തെ ഭാഗം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ദീർഘമായി നമസ്കരിക്കും. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും ഭയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഒരു നോമ്പനുഷ്ഠിക്കുമ്പോഴേക്കും, അല്പം ഖുർആൻ പാരായണം ചെയ്യുമ്പോഴേക്കും, അല്പം സ്വതക്ക നൽകുമ്പോഴേക്കും എനിക്ക് തന്നെയാണ് സ്വർഗം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെയും നന്മയെയും സ്വഹാബത്തിന്റെ ജീവിതവുമായി, സ്വഹാബത്ത് ചെയ്ത പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു, സ്വഹാബികൾ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ കർമ്മനിരതമായി ഈ റമളാനിന് ശേഷവും പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തർ മുന്നോട്ട് പോവുക. ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ സാഹചര്യത്തിലും വേദനിക്കുന്ന, സന്തോഷിക്കാൻ കഴിയാത്ത, പുതുവസ്ത്രമില്ലാത്ത, ആരാധനകൾ പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത, ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാത്ത ആ സാധുക്കളായ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി സന്തോഷത്തിന്റെ വേളയിലും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിമായി എന്ന കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലെ ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവേ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ. ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, ഗുരുനാഥന്മാർ, നാട്ടുകാർ, അയൽവാസികൾ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ, അവരുടെ എല്ലാം പരിസര ലോകം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഫ്ളിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا